പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂരിനടുത്ത് നെടുമ്പ്രത്തുമല ഇന്നൊരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഗിൽഗാൽ ആശ്വാസ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആശയറ്റവരായി, മുറിവേറ്റവരായി, ആരോരുമില്ലാത്തവർ ഇവിടെ അഭയത്തിനും ആശ്വാസത്തിനുമായി ചേക്കേറുന്നു. അതിരുകളില്ലാത്ത ദൈവസ്നേഹത്താൽ എല്ലാം മറന്ന് മനസ്സുകൾ ഇവിടെ നിർവൃതിയടയുന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആത്മീയ പരിപോഷണം അവർക്ക് ലഭിക്കുന്നു. ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമല്ല, സന്ദർശകർക്കും ഇതൊരു സ്വർഗീയ അനുഭവമാണ്. കോട്ടയം ജില്ലയിൽ മണിമല എന്ന കൊച്ചു ഗ്രാമത്തിൽ പുത്തൻപുരയ്ക്കൽ ജോസഫിന്റെയും ചിന്നമ്മയുടെയും ഇളയ മകനായി ജനിച്ച പ്രിൻസ് എന്ന് വിളിക്കുന്ന ജേക്കബ് ജോസഫ് ദൈവീക നിയോഗപ്രകാരം കുടുംബമായി മെഴുവേലി IPC സഭയിൽ ഇടയ പരിപാലനത്തിൽ ഏർപ്പെട്ടു വരുമ്പോൾ ആ സഭയിലെ വിധവയും അനാഥയുമായ ഒരു അമ്മയുടെ ദയനീയമായ അനുഭവമാണ് ഇന്നു കാണുന്ന ഗിൽഗാൽ ആശ്വാസ ഭവൻ എന്ന സ്ഥാപനം നടത്തുവാൻ പ്രചോദനമായത്. 1950കളിൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയ നഗരത്തിൽ ഉന്നത നിലവാരത്തിൽ കഴിഞ്ഞിരുന്ന ആ മാതാവിന്റെ കുടുംബത്തിൽ വളരെ പെട്ടെന്നായിരുന്നു തകർച്ചയുടെ കൊടുങ്കാറ്റടിച്ചത്. അവർ ഓമനിച്ചു വളർത്തിയ 2 മക്കളും ബ്ലഡ് ക്യാൻസർ എന്ന രോഗത്താൽ മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മക്കളുടെ വേർപാടിൽ ദുഃഖിതരായ ആ മാതാപിതാക്കൾ തിരികെ നാട്ടിലെത്തി. കൊച്ചി ഓയിൽ റിഫൈനറിയുടെ ആദ്യകാല സെക്യൂരിറ്റി ഓഫീസറായി ഭർത്താവ് ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും അധിക നാളുകൾ കഴിയും മുൻപേ ഹൃദയസ്തംഭനം മൂലം ആ മാതാവിനെ വിധവയും അനാഥയുമാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നുപോയി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമായി. തല ചായ്ക്കുവാൻ പോലും ഒരിടമില്ലാതെ വന്ന അവർ എവിടെ താമസിക്കും? ആരെന്നെ സംരക്ഷിക്കും? രോഗിയും ക്ഷീണിതയുമായി ആർക്കും വേണ്ടാത്ത ഞാൻ എന്തിന് ഭൂമിയിൽ ജീവിക്കണം? മരണം എനിക്ക് സംഭവിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ ഭയപ്പെടുന്നു. ആ തകർന്ന ഹൃദയത്തിൽ നിന്നും പുറത്തു വന്ന വാക്കുകൾക്ക് മുന്നിൽ ആശ്വാസത്തിനും സംരക്ഷണത്തിനുമായി ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആ ദൈവദാസന്റെ ഉള്ളിൽ ശക്തമായ ആത്മഭാരമുണ്ടായി. ഇതിന്റെ സാക്ഷാത്കാരത്തിനായി അനവധി വാതിലുകൾ മാറി മാറി മുട്ടി. ഒടുവിൽ പേങ്ങാട്ട് ബ്രദർ TV വർഗീസ് തന്റെ ഭവനം വാടക പോലും വാങ്ങാതെ തുറന്നു കൊടുത്തത് ഒരു ദൈവീക മറുപടിയായിരുന്നു. കൈകോർത്ത് പ്രവർത്തിക്കുവാൻ ആത്മഭാരവും ദർശനവുമുള്ള 20 സുമനസ്സുകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുവാൻ സേവന സന്നദ്ധരായവരെ ദൈവമൊരുക്കി. പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനുമായി അനേക സുമനസ്സുകളെ ദൈവം ഉണർത്തിയതിന്റെയും കഠിനമായ പരിശ്രമത്തിന്റെയും ഫലമായി മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പൂർത്തിയായി. ഞങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യങ്ങളെ ആദരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന പിതാവ് ജീവിതത്തിനാകെ വാഴ്ത്തും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിച്ചതിനാൽ പിതാവിൻ്റെയും ഈ വാതിൽ തുറന്ന് ദൈവനാമോഹത്തിനായി അവരെ പ്രവേശിക്കുന്നു. ഇവിടെ അതിമനോഹരമായ ഒരു ഗിൽഗാൽ ആശ്വാസ ഭവൻ സ്ഥാപിച്ച് പ്രായമാകുന്ന അശരണരെ സഹായിക്കാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിലെ ദൈവനിയോഗമാണ്, ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ട്രസ്റ്റ് നടത്തുന്നത്. പ്രായം ചെന്നവരെ, മറ്റാരും നോക്കാനില്ലാത്ത നിരാലംബരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്നതിനാണ്, അവർക്ക് സ്നേഹവും കരുതലും നൽകുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനം ഏറ്റവും വലിയ ദൈവവേലയാണ്.
ഏറ്റവും വലിയ മഹത്തരമായ ഒരു സേവനമാണ്. ഈ സംരംഭത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇവിടെ നടത്താൻ പോകുന്ന കർമ്മം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ധന്യമായൊരു കാര്യമാണ്. ഈ ആശ്വാസ ഭവൻ ഇവിടെ എത്തുന്ന എല്ലാവർക്കും താങ്ങും തണലുമായി അഭയകേന്ദ്രമായി മാറട്ടെ. അവർക്ക് ഇവിടുത്തെ ശുശ്രൂഷ കൊണ്ട് അവരുടെ ഭൗതിക ആധ്യാത്മിക രംഗങ്ങളിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശ്വാസ ഭവന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. അങ്കിൾ, ഞങ്ങൾ പത്തനാപുരത്ത് GCN ചാനലിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുത്തെ അന്തേവാസികളുടെ പരിചരണത്തെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. എന്താണ് അങ്കിളുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് മാത്തക്കുട്ടി. എവിടെയാ സ്വദേശം? കോഴഞ്ചേരി. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 3 വർഷമായി. എങ്ങനെ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? ഞാൻ ഇവിടുത്തെ ആ ഭാഷമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് വാർദ്ധക്യകാല? എനിക്ക് വാർദ്ധക്യകാല അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയബറ്റിക് ആ പ്രധാനമായിട്ടുള്ളത്. കണ്ണ് അതുകൊണ്ട് കണ്ണ് കാണുകയില്ല. പിന്നെ ഇപ്പോൾ കാല് വിരട് മുറിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. ഇവിടുത്തെ പരിചരണം എങ്ങനെയുണ്ട്? എനിക്ക് വളരെ സന്തോഷമാണ്. ഈ ആശ്വാസ ഭവനെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താണ്? ഇത് എന്നെപ്പോലെയുള്ളവർക്ക് ഒരു അനുഗ്രഹമാണെന്നുള്ളതാണ്. ഇവിടുത്തെ സ്നേഹവും പരിചരണവും ഒക്കെ വളരെ നന്നായിരിക്കുന്നു. എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതലായിട്ട് സാൽമാമയും പാഷും എന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവരെല്ലാം എന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. ഗിൽഗാൽ ആശ്വാസ ഭവന്റെ സ്നേഹവും പരിചരണവും ഒക്കെ എങ്ങനെയുണ്ടമ്മേ? എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസഭാവന ഒരു സന്തോഷകരമായി തീർന്നിരിക്കുക. ഇവിടുത്തെ പരിചരണവും സ്നേഹവും ഒക്കെ എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ കൃപയാലെല്ലാം സന്തോഷം. ഇവിടുത്തെ സ്നേഹവും പരിചരണവും ഒക്കെ എങ്ങനെയുണ്ടമ്മേ? ഇവിടുത്തെ സംരക്ഷണത്തിൽ ഞാൻ 2-3 മാസം ആഹാരം കഴിക്കാൻ വിടുന്നു. ഇവിടെ വന്ന പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊരു പിടിച്ചോറുമാണ് എടുത്ത് തന്നത്. ഞാൻ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടുവന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച്, ഈ ആശ്വാസ ഭവനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സ്വന്തം മക്കൾ പോലും ഇതുപോലെ ഞങ്ങളെ പരിചരിക്കുകയില്ല. പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, സഹായിച്ചുള്ള വ്യക്തികളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രാണനാഥ, പ്രിയേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പിതാവും ഞങ്ങൾ മക്കളുമാണ്. ഏതൊരു സമയവും എല്ലായ്പ്പോഴും ഓടി വന്ന് നിന്റെ കർത്താവെ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം, നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ തരുന്ന സമയത്തെ ഓർത്ത് സ്തോത്രം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതേ കർത്താവെ, നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നാത്തത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതേ കർത്താവെ, അതായി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഓർത്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണാനുള്ള പ്രത്യാശയോടുകൂടെ അത് വെളിപ്പെടുവാനുള്ള ആ പ്രത്യാശയെ നോക്കി പാർത്തുകൊണ്ട് ദിനം പ്രതി പുതുക്കം പ്രാപിച്ചുകൊണ്ട്, ശക്തി പ്രാപിച്ചുകൊണ്ട്, ബലം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവില്, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയില്, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞവരായി തീരത്തക്കോണം, അത് പ്രയാസമുള്ളവരായി തീരത്തക്കോണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വണ്ടിപ്പെരിയാർ സ്വദേശിയായ സജി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന്. കഠിനാധ്വാനിയായ സജി മരം മുറിച്ചുകൊണ്ടിരിക്കവേ കൈവിട്ട് 25 അടി താഴ്ചയിലേക്ക് നടുവിടിച്ചു വീഴുവാനിടയായി. കാലുകളൊന്ന് പിടയ്ക്കുന്നത് മാത്രം കണ്ടു. പിന്നീട് നീണ്ട 10 വർഷമായി ആ കാലുകൾ ചലിച്ചിട്ടില്ല. നടുവിന് ക്ഷതം പറ്റിയതിനാൽ തൻ്റെ ദിനചര്യകൾ പോലും നിർവഹിക്കുവാൻ കഴിയാതെ ഒരു കട്ടിലിൽ മാത്രം ഒതുങ്ങിയ സജിയുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവായി മാറുന്നു ഗിൽഗാൽ ആശ്വാസ ഭവൻ. സജിയെപ്പോലെ അപകടത്തിൽ പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ
പരസഹായം കൂടാതെ അവർക്ക് ബാത്റൂമിൽ പോകാനോ നടക്കുവാനോ കഴിവില്ലാതെ കിടക്കയിൽ മാത്രം ജീവിതം കഴിച്ചു കൂട്ടുന്ന ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ഏറ്റെടുത്ത് അവർക്ക് സ്വയമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഉപകരണങ്ങൾ, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. ഈ സജിയെ ഇവിടെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ബാത്റൂമിൽ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് സ്വയമായിട്ട് ബാത്റൂമിൽ പോകുവാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വളരെ ആലോചിക്കുക. അതനുസരിച്ച് ഒരു വീൽ ചെയർ ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു. മല്ലപ്പള്ളിയിലുള്ള എഫാത്ത IT കമ്പനിയാണ് ഈ വീൽ ചെയർ ഉണ്ടാക്കിയത്. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ടാക്കിയത്. ഈ വീൽ ചെയറിൽ അദ്ദേഹത്തിന് കട്ടിലിൽ നിന്ന് സ്വയമായിട്ട് വീൽ ചെയറിലോട്ട് ഇറങ്ങി യൂറോപ്യൻ ക്ലോസറ്റിൽ പോയി അദ്ദേഹത്തിന് ബാഹ്യ കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം തിരികെ വന്ന് കട്ടിൽ ഇരിക്കത്തക്കതുപോലെ പ്രത്യേകം പണി കഴിപ്പിച്ചിരിക്കുന്ന വീൽ ചെയറാണിത്. ഈ വീൽ ചെയറിൻ്റെ അല്ലാത്ത സമയത്ത് യാത്ര ചെയ്യാൻ ഈ ഒരു കവർ വെച്ചിട്ടുണ്ട്. കവർ അഴിച്ചു കഴിയുമ്പോൾ ക്ലോസറ്റിൽ പോകത്തക്കതുപോലെ നടുക്ക് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീൽ ചെയർ കട്ടിലിനോട് ചേർത്ത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയമായിട്ട് പുറകോട്ട് ചെരിഞ്ഞ് ഇറങ്ങി വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തനിയെ കട്ടിലിൽ നിന്നും പുറത്തിറങ്ങി ദിനചര്യകൾ നിർവഹിക്കുവാനും സ്നേഹപരിചരണങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം സജിക്ക് ലഭിച്ചു. ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുകയില്ലെന്ന് ചിന്തിച്ച സജിയുടെ അസ്തമിച്ച പ്രതീക്ഷകൾ പൂവണിയുകയായി. ഈ ആശ്വാസ ഭവനെ കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ആശ്വാസ ഭവനെ കുറിച്ച് അനേകർക്ക്, എന്നെ പോലുള്ള അനേകർക്ക് തന്നെ ഇതൊരു മോചനത്തിൻ്റെ സ്ഥാപനമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹസാന്ത്വനത്തിന്റെ മറ്റൊരു ചരിത്രമാണ് ഓതറ സ്വദേശിയായ കുഞ്ഞൂട്ടി എന്ന 55-കാരന് പറയാനുള്ളത്. 5-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് നെഞ്ചിനു താഴെ തളർന്നുപോയ കുഞ്ഞൂട്ടിക്ക് സംസാരശേഷിയും നഷ്ടപ്പെട്ടു. മാതാപിതാക്കളുടെ മരണത്തിനു ശേഷം ഭിക്ഷയെടുത്തു ജീവിക്കുവാൻ കുഞ്ഞൂട്ടി തെരുവിലേക്കിറങ്ങി. തളർന്ന ശരീരവും മനസ്സുമായി പെരുവഴിയിൽ അലഞ്ഞ കുഞ്ഞൂട്ടിയുടെ കഥ 2002 സെപ്റ്റംബർ 30 മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഓല ഷെഡിൽ പലക കഷ്ണങ്ങൾക്ക് മുകളിൽ നിരാശ്രയനായി അന്തിയുറങ്ങിയ കുഞ്ഞൂട്ടിക്കും ഗിൽഗാൽ ആശ്വാസഭവൻ ആശ്രയം നൽകി. ഈ മഹാപ്രസ്ഥാനത്തിന്റെ കാരുണ്യ സ്പർശത്തിൽ സംതൃപ്തനായി ഇവിടെ ജീവിക്കുകയാണ് കുഞ്ഞൂട്ടിയും. ഗിൽഗാൽ ആശ്വാസഭവന്റെ കാരുണ്യ സ്പർശത്തിന്റെ തിളക്കമുള്ള ഏടാണ് സാബുവിന് പറയാനുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ സാബു ഇലക്ട്രീഷ്യനായിരുന്നു. 26-ാം വയസ്സിൽ പിടിപെട്ട ബ്രെയിൻ ട്യൂമറാണ് സാബുവിന്റെ ജീവിതത്തെ തളർത്തിക്കളഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കു ശേഷം കേവലം 6 മാസത്തെ ജീവിതം മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സാബു. ഈ ഘട്ടത്തിൽ ഭാര്യയും സാബുവിനെ ഉപേക്ഷിച്ചു. തലയോട്ടിയിൽ 6 വലിയ സുഷിരങ്ങൾ സൃഷ്ടിച്ച ദുർഗന്ധവും മുറിവുകളും സാബുവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് സാബുവിനെ ഗിൽഗാൽ ഏറ്റെടുക്കുന്നത്. ഇവിടെ ലഭിച്ച സ്നേഹപൂർണമായ പരിചരണവും ആശ്രയവും സാബുവിന്റെ ജീവിതത്തിൽ പ്രത്യാശകൾ നിറയ്ക്കുന്നു. ഇപ്പോൾ 46 വയസ്സുള്ള സാബുവും ഇവിടെ സന്തുഷ്ടനാണ്. ഇവിടെ കൊണ്ടുവന്നപ്പം ഈ അകം മുഴുവൻ ചോമ്പല വെളുപ്പ് നിറത്തിൽ പഴുപ്പ് കെട്ടിക്കിടക്കുകയായിരുന്നു. വളരെയധികം ദുർഗന്ധം ഉണ്ടായിരുന്നു. അടുത്തെങ്ങും ആൾക്കാർക്ക് നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതുവഴി പഴുപ്പുകൾ ഇങ്ങനെ ഒഴുകും. ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ പഴുപ്പൊക്കെ നിൽക്കുവാനിടയായിത്തീർന്നു. ഡോക്ടർ ബ്ലസൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയത്.
അതിൽ പിന്നെ ഒത്തിരി മാറ്റം സാബുവിന് ലഭിക്കാനിടയായി തീർന്നു. ഇപ്പോൾ പഴുപ്പൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, ദുർഗന്ധമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ എത്താനുള്ള കാരണം? ഞാൻ രോഗിയായി ബലഹീനമായി കഴിഞ്ഞപ്പോൾ എന്നെ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ, സ്വന്തം ബന്ധങ്ങളെല്ലാം ഞാൻ കൈവിടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു അഭയസ്ഥാനം ഒന്നുമില്ലാതായി ആത്മഹത്യയെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥാപനത്തെപ്പറ്റി അറിഞ്ഞത്. ഈ ആശ്വാസ ഭവനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതേപ്പറ്റി എൻ്റെ അഭിപ്രായം, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ, ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളത്. കറുകച്ചാൽ സ്വദേശിനിയായ 62-കാരിയാണ് മേരിക്കുട്ടി. 14-ാം വയസ്സിൽ വിവാഹിതയായ ഇവർക്ക് 3 മക്കളുണ്ട്. ഒരിക്കൽ ഗുരുതരമായി തീപ്പൊള്ളലേറ്റ മേരിക്കുട്ടിയെ ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം നാടുവിട്ടു. ഏറെ കഷ്ടപ്പാടുകളാണ് പിന്നീട് ഈ വൃദ്ധയ്ക്ക് നേരിടേണ്ടി വന്നത്. സ്വന്തം മക്കൾ സ്വത്തിനു വേണ്ടി ഉപേക്ഷിച്ച സംഭവം മേരിക്കുട്ടിയെ മാനസിക രോഗിയാക്കി തീർത്തു. പലരുടെയും സഹായങ്ങൾ സ്വീകരിച്ച് ജീവിതം തുടർന്നെങ്കിലും കടുത്ത ചിത്തഭ്രമത്തെ തുടർന്ന് ഈ വൃദ്ധയെ ആരൊക്കെയോ ചേർന്ന് തിരുവല്ല മഞ്ഞാടിയിൽ ഒരു വീട്ടിൽ ഇറക്കിവിട്ട് പൊയ്ക്കളഞ്ഞു. ഇവിടെ നിന്നാണ് പാസ്റ്റർ ജേക്കബ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ആശ്വാസ ഭവൻ മേരിക്കുട്ടിയെ ഏറ്റെടുത്തത്. ഇന്ന് അസുഖം ഭേദമായി ഏറെ സന്തുഷ്ടയായി ഈ അമ്മയും ഇവിടെയുണ്ട്. ഇവിടെ വരുന്നൊരവസ്ഥ എങ്ങനെയായിരുന്നു? രായും പാലും അറിയത്തില്ല, ബാത്റൂമും കുളിമുറി അറിയത്തില്ല, ആഹാരം കഴിക്കുകയില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ദാസിയെ വാരിത്തരുമായിരുന്നു, ഇവിടെ ഉള്ളവരൊക്കെ ശുശ്രൂഷിക്കുമായിരുന്നു. പിന്നെ ദാസനും ദാസിയുടെയും സഹകരണവും അത് അന്വേഷണവും സന്തോഷവും കൊണ്ട് പെട്ടെന്ന് എനിക്ക് മാറ്റം കിട്ടി. ഇവിടുത്തെ പരിചരണമൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ പരിചരണം വളരെ സന്തോഷമായിരിക്കുന്നു. ഈ ആശ്വാസ ഭവനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വളരെ അനുഗ്രഹമാണ്. ഇവിടുത്തെ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം വരാൻ കാരണം. ബിസിനസ് നടത്തുവാൻ വേണ്ടി തിരുനെൽവേലിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതാണ് റെഡ്യാർ സമുദായത്തിൽപ്പെട്ട സുശീലയുടെ കുടുംബം. ഭർത്താവും 5 മക്കളും അടങ്ങുന്ന ഇവരുടെ കുടുംബജീവിതം ദുരിതപൂർണമായത് പെട്ടെന്നായിരുന്നു. സുശീലയുടെ 4 മക്കളെയും മരണം കവർന്നതും ഭർത്താവിന് ക്യാൻസർ ബാധയെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ടതും ഈ കുടുംബത്തെ തളർത്തി. ഇതിനിടെ ശേഷിച്ച ഏകമകൾ പത്മാവതി മാനസിക രോഗിയായി തീർന്നു. ക്യാൻസർ ബാധിതനായ ഭർത്താവിന്റെ മരണത്തിനു ശേഷം ക്രൂശിതനായ യേശുദേവന്റെ ദർശനം കൊണ്ട് ആത്മഹത്യയിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് ഇവർ തുടക്കം കുറിച്ചു. ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കുവാൻ വീട്ടുടമസ്ഥൻ ആവശ്യപ്പെട്ടതോടെ ആകെ തളർന്നു. 3.5 വർഷമായി മാനസിക രോഗിയായി കെട്ടിയിടപ്പെട്ട മകളുമായി എവിടേക്ക് പോകുമെന്ന് ആകുലപ്പെട്ട ഈ അമ്മയ്ക്ക് ഗിൽഗാൽ ആശ്വാസ ഭവൻ ആശ്രയം നൽകുകയായിരുന്നു. ഇന്ന് മാനസിക രോഗത്തിന്റെ പിടിയിൽ നിന്ന് മോചിതയായ പത്മാവതിയും അമ്മയും ഈ ആശ്വാസ ഭവന്റെ കാരുണ്യത്തിൽ സനാഥകളാണ്. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. உலகத்தின் செல்வம் நிலையாகுமா? பேர் புகழ் கல்வி அழியாததோ? உலகத்தின் செல்வம் நிலையாகுமா? பேர் புகழ் கல்வி அழியாததோ? பின்னே நீ கேட்டிரி கேள்வியை
பதில் என்ன சொல்வே நீரே போதும், பதில் என்ன சொல்வே நீரே போதும். யார் வேண்டும் நாதா நீரல்லவோ, எது வேண்டும் நாதா உன் அன்பல்லவோ. பாழாகும் லோகம் வேண்டாமையா, வீணான வாழ்க்கை வெறுத்தேனையா. சிற்றின்ப மோகம் சீக்கிரம் போம், பேரின்ப நாதா நீர் போதாதா. சிற்றின்ப மோகம் சீக்கிரம் போம், பேரின்ப நாதா நீரோதாதா. யார் வேண்டும் என்று ஏன் கேட்டிரோ, எங்கே நான் போவேன் உம்மை அல்லால். யார் வேண்டும் என்று ஏன் கேட்டிரோ, எங்கே நான் போவேன் ഉമ്മൈ അല്ലാൽ. മാതാപിതാക്കളുടെ ഏകമകനായി ജനിച്ച ബുദ്ധിമാന്യമുള്ള ജെയ്നു ആ ബലഹീനത ഉള്ളപ്പോൾ തന്നെ 2.5 വയസ്സ് മുതൽ കഠിനമായ ചുഴലി രോഗം പിടിപെട്ടു. വളർന്നു വന്നപ്പോൾ ജെയ്നു ഒരു മാനസിക രോഗിയായി മാറി. ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ചങ്ങലയിൽ പൂട്ടിയിടേണ്ടി വന്നു. വിധവയായി തീർന്ന മാതാവ് തന്റെ നിസ്സഹായാവസ്ഥ അറിയിക്കുകയും ഗിൽഗാൻ ആശ്വാസഭവൻ അധികൃതർ നേരിൽ പോയി കാണുകയും 7 വർഷമായി ഉണ്ടായിരുന്ന ബന്ധനത്തിൽ നിന്നും ജെയ്നുവിനെ മോചിതനാക്കുകയും ചെയ്തു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇവിടെ ലഭിച്ച സ്നേഹപരിചരണങ്ങളുടെ ഫലമായി ജെയ്നു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആശ്ചര്യമത്രേ. എനിക്കേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. തിങ്കളിൽ ഞാൻ താരടിയാകാതെ തൻ്റെ സാങ്ങാരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകന യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എൻ പ്രാണനാഥനെന്നു ആരും എന്നു തീരോ എൻ വേദനകൾ. പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്നത്? ശരിക്കും അനവധി നാളുകൾക്ക് മുന്നമേ പാസ്റ്റർ ജേക്കബ് ജോസഫും ഞങ്ങൾ തമ്മിൽ വളരെ സംസാരിച്ച ഒരു വിഷയമായിരുന്നു ഇതുപോലൊരു ജീവാരുണ്യ പ്രവർത്തനം. അദ്ദേഹത്തോടൊപ്പം ഞാൻ 5.5 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ എല്ലാ ദിവസവും രാത്രിയിലും ഞങ്ങളുടെ ഭക്ഷണ മേശയിൽ സംസാരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇതുപോലുള്ള ഒരു ജീവാരുണ്യ പ്രവർത്തനം. പക്ഷെ അന്ന് എനിക്ക് ഇതിനോട് ഒട്ടും അന്നും യോജിപ്പോ താല്പര്യമോ ഇല്ലായിരുന്നു. എന്നാലൊരു ദിവസം എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയ വഴിയിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ശരിക്കും ഇതുപോലൊരു ജീവാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് ശരിക്കൊരു പ്രേരണ ലഭിച്ചത്. അങ്ങനെ മറ്റൊരാൾക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അദ്ദേഹം ചെയ്യുന്ന ആ ജീവാരുണ്യ പ്രവർത്തനം കണ്ടപ്പോൾ കൂടുതലായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരികയും അങ്ങനെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ഈ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് സജീവമായി ഈ പ്രവർത്തനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിപ്പാനായിട്ട് കർത്താവിനെ സഹായിക്കുന്നു. ഒരിക്കലും ശരിക്കും ഒരു ജീവാരുണ്യ പ്രവർത്തനം അതില്ലാതെ ഒരു സ്ഥാനത്തിൻ്റെ ഇതിൽ ഒരിക്കലുമല്ല. ശരിക്കും പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക,
അതാണ് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇതിനെ നിങ്ങൾ ഭാവിയിലേക്ക് എങ്ങനെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ സ്വപ്നം? ശരിക്കും ജീവിതത്തെ എല്ലാ നിലയിലും തകർന്ന ആളുകൾ, ദുഃഖിതർ, അല്ലെങ്കിൽ സ്വന്തം ഭവനങ്ങൾ ഉപേക്ഷിച്ച ആളുകൾ, ഇങ്ങനെയുള്ളവർക്ക് താമസം, സംരക്ഷണം, അതല്ല അതിനേക്കാളുപരിയായി അവർക്ക് സാന്ത്വനമായി തീരുക, അത് അവർക്ക് ഏറ്റവും നല്ല സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുക, അതിലൊക്കെ ഉപരിയായി ദൈവസ്നേഹം അവരിൽ പകർന്ന് ഒരു നല്ല പ്രത്യാശയോടുകൂടെ ഉള്ള ഒരു ജീവിതം ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പാസ്റ്ററിന്റെ വീടും വീട്ടുകാരെയും കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾ 3 മക്കളാണ്. മൂത്തൊരു സിസ്റ്റർ, നേരെ മൂത്തൊരു ബ്രദർ, ഞാൻ ഏറ്റവും ഇളയത്. ഞാൻ ഫാമിലിയാണ്. ഞങ്ങളൊന്നിച്ച് തട്ടിക്കാടുള്ള സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. കുടുംബമായിട്ട് ഞാനും എൻ്റെ വൈഫ് ഞങ്ങളൊന്നിച്ച് തട്ടിക്കാട് വർക്ക് ചെയ്യുന്നു. ഒപ്പം എല്ലാ ദിവസവും രാവിലെ ഇവിടെ കടന്നു വരികയും കുടുംബമായിട്ട് ഇവിടെയുള്ള ശുശ്രൂഷകളിൽ ഞങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. ശരിക്കും ഏറെ സന്തോഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥമായി ഗിൽഗാൽ ആശ്വാസഭവനിൽ കടന്നു വരുമ്പോഴാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ രോഗികളായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഗിൽഗാൽ ആശ്വാസഭവന്റെ പ്രവർത്തകരാണ് ഇവർ ഓരോരുത്തരും. ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നതാണ്. 3 നേരമായിട്ടാണ് ഇവിടുത്തെ പ്രാർത്ഥന നടക്കുന്നത്. രാവിലെ 5:30 മുതൽ 6 വരെയും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയും, വൈകിട്ട് 6 മുതൽ 7 മണി വരെയും ഈ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വന്ന് പ്രാർത്ഥന ഹാളിലിരുന്ന് കർത്താവിനെ സ്തുതിക്കും. 2 മാസക്കാലമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെ കടന്നു വന്ന മുതൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എല്ലാ സ്നേഹത്തിൽ കൂടെ കഴിയുന്നു. ഇവിടെ ഞാൻ ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യുന്നു. ഓഫീസിൽ കണക്ക് പരിശോധിക്കുകയും ഓഫീസ് മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എൻ്റെ പങ്ക് ഞാൻ ഇവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ പുരുഷന്മാരുടെ അവരുടെ പരിചരണത്തിൽ അവരെ ശുശ്രൂഷിച്ച് മുമ്പോട്ട് പോകുന്നു. ഇവിടെ അമ്മച്ചിമാരെല്ലാം ശുശ്രൂഷിക്കുകയും എല്ലാ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷമായിരിക്കും. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാനിവിടെ വന്നതിൽ. 2 മാസമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് നല്ല രീതിയിൽ കൊടുത്ത് അമ്മച്ചിമാരെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കും. ഞാനിവിടെ നേഴ്സായിട്ട് 1 വർഷം കഴിഞ്ഞ് ജോലി ചെയ്തിട്ട് ഇവിടെയുള്ളവരെല്ലാം ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായം എല്ലാം ചെയ്യുകയും വളരെ സന്തോഷകരമായി ഇവിടെ ഇങ്ങനെ കഴിയും. എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനുണ്ടായ പ്രചോദനം ഒന്ന് വിശദീകരിക്കാമോ? പ്രിൻസാനൊരു 9 വർഷം മുമ്പേ ഉള്ളൊരു ആത്മഭാരമാണിത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പം തൊട്ടേ പ്രിൻസാൻ ഇത് പറയുമായിരുന്നു എന്നോട്, പാവപ്പെട്ട അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ നോക്കുന്ന കാര്യം. പക്ഷെങ്കിൽ അന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എന്തിനാണ് റിസ്ക് എടുക്കുന്ന, ടെൻഷനാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നോക്കി പഠിപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക, പിന്നെ കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ നമുക്ക് ചെയ്യുക. കൂടുതൽ റിസ്ക് എടുക്കുന്നത് ടെൻഷനാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ തറപ്പിച്ച് തന്നെ പറഞ്ഞു. പക്ഷെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കർത്താൻ പ്രിൻസാൻ്റെ ആത്മഭാരം വർദ്ധിച്ചു വന്നു. അത് ഞങ്ങൾ രണ്ടും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം 3 വർഷത്തിന് മുമ്പ് ശക്തമായിട്ടുള്ള ആത്മഭാരം കർത്താവ് എനിക്കും തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും അങ്ങനെ ഇറങ്ങുവാനിടയായി തീർന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ അതിൻ്റെ തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നു വിട്ടതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ പല ഭവനങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കളാണ് വരുന്നത്. പല സ്വഭാവക്കാരാണ് വരുന്നത്. ഈ സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ, ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ ആ സ്നേഹത്തിൽ തന്നെ അവരെ കാണുവാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ പറയുന്നു. ഒരു വീട്ടമ്മ എന്ന നിലയിലും ഇതേപോലെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ഇത് രണ്ടുകൂടെ എങ്ങനെ കൊണ്ടുപോകാനാണ് സാധിക്കുന്നത്? ഞാൻ വലിയ സാമൂഹ്യ പ്രവർത്തകയൊന്നും അല്ല. തീർച്ചയായിട്ടും ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണല്ലോ. വളരെ സന്തോഷമുണ്ട്. അതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം മാറ്റി വയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള കാര്യങ്ങളിൽ ഞാൻ വളരെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പങ്കാളികളാവുക? ഏത് തരത്തിലാണ്? ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെക്കാട്ടിലും കൂടുതൽ അവർക്ക് വേണ്ടിയ ഒരു സ്നേഹമാണ്. ഒരു നേരത്തെ ആഹാരം ഇല്ല എങ്കിലും അവർക്ക് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവരുടെ ഈ തളർന്നിരിക്കുന്ന അവരുടെ മനസ്സുകൾക്ക് ഒരു സ്വാന്തനമാണ് അവർക്ക് ഏറ്റവും ആവശ്യം. കർത്താവിൻ്റെ സ്നേഹത്തിൽ അത് ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗിൽഗാൽ ആശ്വാസ ഭവൻ എന്ന ഈ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി പാസ്റ്റർ ജേക്കബ് ജോസഫിനെ ഇനി നമുക്ക് പരിചയപ്പെടാം. സർ, ഈ ജീവകാരുണ്യ പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ പ്രചോദനം എന്താണ്? ചെറുപ്പം മുതലേ കാരുണ്യ പ്രവർത്തനങ്ങളോട് വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ.
എന്നാൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പ്രചോദനം ലഭിച്ചത് 1994 സഭയുടെ ഒരു പാസ്റ്ററായിട്ട് മിഴിവേലി സ്ഥലത്ത് ചാർജ് എടുത്ത് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി, വളരെ വേദനപ്പെട്ട ഒരു അമ്മച്ചിയുടെ അനുഭവമാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ എനിക്ക് പ്രചോദനമുണ്ടായത്. എന്നെ ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ ആക്കണമെന്ന് ആ അമ്മച്ചി പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ആവശ്യം മനസ്സിലാക്കി അന്വേഷിച്ചപ്പോഴാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള മക്കളില്ലാത്തവർ അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആൾക്കാരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇല്ലെന്നറിയുവാനിടയായി തീർന്നത്. വാസ്തവത്തിൽ ആ ഒരു അനുഭവം എനിക്ക് വളരെ വേദന തോന്നി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധാരാളമായി പ്രസംഗിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം ഇല്ലല്ലോ എന്നറിഞ്ഞ് വളരെ ഭാരപ്പെടുകയും ഇങ്ങനെയുള്ളവർക്കൊരു സ്ഥാപനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ആ വിഷയം ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥാപനം ആരംഭിക്കുവാൻ ഇടയായത്. ഈ പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ആരംഭ സമയത്ത് 2 പേര് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 20 പേര് ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം 3 വിധത്തിൽ ആളുകളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. പ്രായം ചെന്ന് ആരും നോക്കുവാനില്ലാത്ത നിസ്സഹരായ മാതാപിതാക്കൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ അർഹത മനസ്സിലാക്കി അവരെ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും പരിചരണവും സംരക്ഷണവും നൽകി. അവരുടെ വാർദ്ധക്യ സമയം പൊതുവെ അവർ നിരാശരാണ്. അവരെ ആരും നോക്കുവാനില്ല, അവരെ സ്നേഹിപ്പാൻ ആരുമില്ല, അവർക്ക് ഇനി എന്തിനാണ് ഭൂമി ജീവിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആകുല ചിന്തകളും നിരാശകളും അലട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ അലട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ആ നിരാശയിൽ നിന്നും അവർക്കൊരു പ്രത്യാശയുടെ ജീവിതം നൽകുക, അങ്ങനെ പ്രത്യാശയോടെ അവരുടെ അവസാന സമയം സന്തോഷമായിട്ട് കഴിയുക എന്നുള്ള ലക്ഷ്യമാണ് ഒന്നാമതായിട്ട് ഞങ്ങൾക്കുള്ളത്. രണ്ടാമതായിട്ട് ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഏറ്റെടുത്ത് അവർക്ക് എത്രമാത്രം അവരെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. പറഞ്ഞാൽ പോളിയോ വന്ന് തളർന്നു പോയവർ, ജന്മനാൽ വികലാംഗരായവർ, അപകടത്തിൽപ്പെട്ട് വികലാംഗരായവർ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റെടുത്ത് അവർക്ക് എത്രമാത്രം അവരെ ശുശ്രൂഷിക്കാൻ പറ്റുമോ അത്രമാത്രം അവരെ ശുശ്രൂഷിച്ച് ശരിയായിട്ടും അവർക്കൊരു മനോധൈര്യം കൊടുക്കുക, അവർക്കൊരു ആശ്വാസം പകരുക, അവർക്ക് സ്വയമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കത്തക്കതുപോലെ അവരെ ഒരു നിലയിലെത്തിക്കുക, അവർക്ക് മാനസികമായിട്ട് അവർക്കൊരു ധൈര്യം കൊടുക്കുക, അതിലൊക്കെ ഉപരിയായിട്ട് ആത്മീകമായിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവർ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം ആണ് രണ്ടാമതായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി മാനസിക രോഗികളായി കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. 1-2 അപേക്ഷകൾ വന്ന് ഞങ്ങൾ അവരെ ഏറ്റെടുത്തു. അവർക്ക് വളരെ ആശ്വാസവും വിടുതലും ലഭിച്ചു. അപ്പം ഇങ്ങനെ മാനസിക രോഗികളായിട്ട് സാധാരണ ആൾക്കാർ കാണുവാനോ ശുശ്രൂഷിപ്പാനോ ഏറ്റെടുക്കുവാനോ മടിക്കുന്ന മാനസിക രോഗികളായിട്ടുള്ള ആളുകളെ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റും പരിചരണവും സ്നേഹവും നൽകി ആത്മീകമായ പ്രാർത്ഥനയിൽ കൂടി ആശ്വാസത്തിലേക്ക് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ലക്ഷ്യം. ഇങ്ങനെ 3 ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഭാവിയിൽ തുടർന്ന് എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്, ഈ ലോകത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചെയ്യാമോ അതൊക്കെ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് ആവശ്യം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പിൽ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് താങ്കൾ തരണം ചെയ്തത്? പ്രത്യേകിച്ച് ഒരു 13 വർഷക്കാലം പാസ്റ്ററായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണല്ലോ അങ്ങ്. കോഴഞ്ചേരി, മെഴുവേലി, തട്ടക്കാട്ട് എന്നീ 3 സ്ഥലങ്ങളിൽ സഭയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകി. ഈ 3 സഭകളിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം തട്ടക്കാട് സഭ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സഭയാണ്. ആ സഭയിലിരിക്കുമ്പോഴാണ് ഇവിടേക്ക് താമസം മാറി ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ സഭയിൽ നിന്നും വളരെയധികം പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. എന്നാൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് പല വീടുകൾ ഞങ്ങൾ മാറി മുട്ടി. എന്നാൽ പല വീടുകളും ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് താല്പര്യമില്ലാതെ അടച്ചു കളഞ്ഞു. എന്നാൽ മിസ്റ്റർ ടി വി വർഗീസിൻ്റെ ഭവനം വാടക പോലും സ്വീകരിക്കാതെ തുറന്നു വന്നത് ഒരു വലിയ ആശ്വാസമായി. അങ്ങനെ 2000 ഒക്ടോബർ 9 മുതൽ ഈ പ്രവർത്തനം ചെറിയ നിലയിൽ ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. ആരംഭ സമയം
ആരുടെയും ഒരു സ്പോൺസറോ ഒരു സഹായമോ ഇല്ലാതാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ വൈഫ് സാലിക്ക് ഇങ്ങനൊരു ശക്തമായ ഭാരം ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ആരുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിന്നില്ല. ദൈവ വിളിയുടെ മുൻപിൽ, ദൈവം നൽകിയ ഭാരത്തിൻ്റെ മുൻപിൽ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഈ പ്രവർത്തനത്തെക്കുറിച്ച് പല സഹോദരങ്ങളുമായിട്ട് പങ്കിടുകയും ഈ വിഷയത്തിൽ വളരെ ആത്മഭാരമുള്ള 20ഓളം സഹോദരന്മാർ ചേർന്ന് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് 2001 മെയ് മാസം 14-ാം തീയതി തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്യുവാനിടയായി തീർന്നു. ആരംഭ സമയത്ത് ഇത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ നടത്തണം എന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. എൻ്റെ സ്നേഹിതനും സഹപ്രവർത്തകനുമായ പാസ്റ്റർ ജോമോൻ ജോണി, അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞങ്ങൾ ബാങ്കിൽ ചെന്ന് മാനേജരെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ ഫോമൊക്കെ വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡിപ്പോസിറ്റ് ചെയ്യാനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ സാധിച്ചില്ല. കാരണം ഞങ്ങളുടെ ഈ പണമില്ല. ഭാരപ്പെട്ട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഒരു ദൈവദാസി, മരണാസന്നയായിട്ട് കിടക്കുന്ന ദൈവദാസി ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളവിടെ കടന്നു പോവുകയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കവർ ഞങ്ങളുടെ കയ്യിൽ തരുവാനിടയായി തീർന്നു. നോക്കിയപ്പോൾ ഒരു ചെറിയ എമൗണ്ട് അതിലുണ്ടായിരുന്നു. ആ എമൗണ്ടാണ് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ സംഭാവന. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ച ഈ പ്രവർത്തനം ദൈവം ഇതിനെ വളർത്തിക്കൊണ്ടിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വളരെ നേരിടുവാനിടയായി തീർന്നു. ഈ സ്ഥലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളിടമാണ്. കിണർ കുഴിച്ചാലോ കുഴൽക്കിണർ കുഴിച്ചാലോ വെള്ളം കിട്ടത്തില്ല. അങ്ങനെ ഭാരപ്പെട്ട സമയത്താണ് ഇവിടുന്ന് ഒരു 400 മീറ്റർ താഴെയായിട്ട് ഒരു ചാലിനോട് ചേർന്ന ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ ആദ്യം അതിന് ചില തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നീട് അത്ഭുതകരമായിട്ട് ആ സ്ഥലം ദൈവം നൽകുവാനിടയായി തീർന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഒരു വലിയ ദൈവ മറുപടിയാണ്. കാരണം ഒരിക്കലും പറ്റാത്ത ഉറവയാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നത്. ഈ സ്ഥാപനം എത്ര വളർന്നാലും ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്ന് ലഭിക്കാൻ തക്കവണ്ണം ദൈവം മറുപടി തന്നു. അതുപോലെ ഒരിക്കൽ അരിയില്ലാതെ ഭാരപ്പെട്ട സമയം, തേങ്ങ അരയ്ക്കുവാനില്ലാതെ ഭാരപ്പെട്ട സമയം, എങ്ങനെ വാങ്ങുവാനുള്ള പണമില്ല, ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ, അദ്ദേഹം 1 ചാക്ക് അരിയും 30 തേങ്ങായും ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുവാനിടയായി തീർന്നു. വീടിൻ്റെ മുമ്പിൽ അത് വന്നത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. കാരണം എങ്ങനെ ദൈവം അതിൻ്റെ അന്നേരത്തെ ആ ഭാരം, അന്നേരത്തെ ആവശ്യം അറിഞ്ഞ് ദൈവം ആ ആവശ്യം തന്നെ, ആ അരിയുടെ ആവശ്യം, ആ തേങ്ങയുടെ ആവശ്യം നിറവേറ്റി തരുവാനിടയായി തീർന്നു. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അനേകരുടെ സഹായത്താൽ ഈ കെട്ടിടം മനോഹരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനാഗുറേഷൻ ഭംഗിയായിട്ട് നടന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം ആളുകൾ ഇങ്ങോട്ട് താമസമായി കൂടുതൽ ആൾക്കാർ എടുത്തു. അവർക്ക് കട്ടിലുകളില്ല, അവർക്ക് ബെഞ്ചില്ല, അവർക്ക് ഡെസ്കില്ല, അവർക്ക് ഫർണിച്ചറുകളോ മറ്റ് മെത്തകളോ അല്ലെ ബെഡ്ഷീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അടുക്കളയിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല, പാത്രങ്ങളില്ല. ഇതൊക്കെ വാങ്ങിക്കുവാൻ വൻ തുക ആവശ്യമായിട്ട് വന്നു. ഒരുമിച്ച് വാങ്ങാനില്ല, കുറേശ്ശെ വാങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഏത് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഭാരപ്പെടുന്നുവോ ആ ആവശ്യം കട്ടിൽ ചിലർ കൊണ്ട് തരുവാനിടയായി തീർന്നു. ചെയർ വാങ്ങുവാനുള്ള പണം ചിലർ തരുവാനിടയായി തീർന്നു. പാത്രങ്ങൾ വാങ്ങുവാനുള്ള സഹായം ദൈവം നൽകി തന്നു. വാസ്തവത്തിൽ ഈ സ്ഥാപനം ഒരു ദൈവത്തിൻ്റെ കരം, ദൈവമാണിത് തുടങ്ങിയത്, ദൈവമാണിത് നടത്തുന്നത്, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ ഏതൊരു പ്രയാസങ്ങളുടെ നടുവിലും ദൈവം അതിനുള്ള മറുപടി ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ വളരെ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റെടുക്കുന്നത്. അവർ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും, എങ്ങനെ ആകുമെന്നൊക്കെ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ളവരെല്ലാം ദൈവം സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും ഇടയായി തീർന്നിട്ട് ആർക്കും ഒരു അപകടമോ ഒരു അനർത്ഥമോ വരാതെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ഈ സ്ഥാപനത്തെ നടത്തുന്നു. പൊതുവിൽ പല വിമർശനങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിലും ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവം, സത്യം അറിയുന്നൊരു ദൈവം ഈ സ്ഥാപനത്തെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഗിൽഗാൽ ആശ്വാസഭവന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ കെട്ടിടത്തിൽ മിക്സഡായിട്ടാണ് ആൾക്കാർ താമസിക്കുന്നത്. എന്നാൽ ഭാവിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഓൾഡ് ഏജ് ഹോം, അതായത് പ്രായമുള്ള ആളുകളെ സെപ്പറേറ്റ്, അവരുടെ പ്രശ്നങ്ങളും അവരുടെ രോഗം അവരുടെ ആവശ്യം മനസ്സിലാക്കിയുള്ള പ്രത്യേക പരിചരണം നൽകുന്ന ഒരു ഓൾഡ് ഏജ് ഹോം. രണ്ടാമതായിട്ട് ഈ വികലാംഗരായ അംഗവൈകല്യങ്ങളുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സെപ്പറേറ്റ് വിങ്. മൂന്നാമതായിട്ട് മാനസിക രോഗികളായ ആളുകളെ താമസിപ്പിക്കത്തക്കതുപോലുള്ള അതിനൊരു സെപ്പറേറ്റ് വിങ്. അങ്ങനെ 3 ബ്ലോക്കായിട്ട് കെട്ടിടങ്ങൾ പണിത്
സെപ്പറേറ്റ് വിങ്ങായിട്ട് തുടങ്ങി ആ നിലയിലുള്ള സംരക്ഷണമാണ് ഭാവിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ലോകത്തിന് പ്രയോജനപ്പെടുന്ന ചെയ്യാൻ പറ്റുമോ അതൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാവി പരിപാടി. ഈ ജീവകാരുണ്യ പ്രസ്ഥാനത്തെക്കുറിച്ച് മാന്യ പ്രേക്ഷകരോട് മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പ്രവർത്തനത്തിൽ അനേക അഭ്യുതകാംക്ഷികളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണവും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും വിജയപ്രദമായത്. എന്നാൽ ആരൊക്കെ ഇതിനെ സഹായിക്കുന്നോ, എത്ര പേര് ഇതിനെ സഹായിക്കുന്നോ അത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 100-ൽ പരം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ ബിൽഡിങ്ങിൽ ഏതാണ്ട് 50 പേരെ മാത്രമേ താമസിപ്പിക്കാനുള്ള സൗകര്യമുള്ളൂ. എന്നാൽ ഇപ്പോൾ 20 പേരെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളൂ. ഇനിയും ഒരു 30 പേരെയും കൂടെ ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത്രയും പേരെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫണ്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പോൺസർ അങ്ങനെയുള്ളവരെ സ്പോൺസർ ചെയ്യുവാൻ ആൾക്കാർ മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഒരാളെ സ്പോൺസർ ചെയ്താൽ ഏതാണ്ട് 1500 രൂപ മുടക്കി ഒരാളെ സ്പോൺസർ ചെയ്താൽ അങ്ങനെ ഒരാളെയും കൂടെ എടുക്കാൻ സാധിക്കും. അങ്ങനെ സ്പോൺസർ ചെയ്യുവാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ വിശേഷ സന്തോഷ സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നൽകിയാൽ അത് വളരെ ആശ്വാസമായിരിക്കും. അതുപോലെ ഒരു മാസത്തെ ചെലവ് നൽകി സഹായിക്കാൻ സാധിക്കും. ഇവിടെ ഫർണിച്ചറുകൾ, മറ്റടുക്കള ഉപകരണങ്ങൾ, മറ്റ് ആവശ്യമായ ഇവിടെ പ്രയോജനപ്പെടുന്ന മരുന്നുകൾ, വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളായിട്ട് നൽകിയാൽ അത് ഇവിടെ പ്രയോജനപ്പെടും. മാത്രമല്ല സ്ഥലം വാങ്ങുവാനുണ്ട്. ആ കാര്യത്തിൽ ലാൻഡ് ഫണ്ടിലേക്ക് സഹായിപ്പാൻ കഴിയും. തുടർന്നുള്ള ബിൽഡിംഗ് പണിയിൽ മുറികൾ സ്പോൺസർ ചെയ്യുവാൻ, ഒരു ബ്ലോക്ക് സ്പോൺസർ ചെയ്യുവാൻ അതിനൊക്കെയുള്ള സാവകാശമുണ്ട്. അങ്ങനെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും, അനേകർക്ക് ആശ്വാസമായിരിക്കും. നിങ്ങൾ നൽകുന്ന ഓരോ പൈസയ്ക്കും റെസിപ്റ്റ് എഴുതി നൽകുന്നതും വാർഷിക റിപ്പോർട്ട്, ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നതുമായിരിക്കും. വളരെ വിശ്വസ്തയോടെ നിങ്ങൾ നൽകുന്ന പണം ഇവിടെ പ്രയോജനപ്പെടും എന്നതിന് ഉറപ്പ് നൽകുന്നു. ഈ സ്ഥാപനം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. നമുക്കൊരുമിച്ച് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാം. ഈ സ്ഥാപനം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. അനേകർക്ക് നമ്മൾ ഒരു സഹായമായി തീരുന്നെങ്കിൽ, നമ്മളൊരു ആശ്വാസമായി തീരുന്നെങ്കിൽ അത് എത്രയോ വലിയ കാര്യമാണ്. കേവലം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടുപാടുകൾക്കപ്പുറം ഹൃദയം നിറഞ്ഞ നന്മയും പരിചരണവും ഈ വലിയ കുടുംബത്തെ സ്വർഗീയ അനുഭവത്തിലെത്തിക്കുന്നു. ജീവിത പെരുവഴിയിൽ അത്താണിയില്ലാതെ അലയുന്നവർക്കായി സ്ഥാപിച്ച ഗിൽഗാൽ ആശ്വാസ ഭവന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ദൈവീക ഭവനം ഭാഷകൾക്കും രാജ്യങ്ങൾക്കും അതീതമായി വളരുകയാണ്. നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സുകളിൽ നിന്നും സുമനസ്സുകളിലേക്ക് ഗിൽഗാൽ ആശ്വാസ ഭവൻ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്നു. ആശംസകളോടെ GCN ചാനൽ, പത്തനാപുരം.